ആ, ഷാഫി ചാലിയം കൂടി ചേരുന്നു നമ്മോടൊപ്പം. ഷാഫി ചാലിയം നേരത്തെ സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതം ഒരു മുഖപ്രസംഗം എഴുതിയിരുന്നു. ആ മുഖപ്രസംഗത്തിൽ ബാബറി മസ്ജിദിനൊപ്പം തകർക്കപ്പെട്ട മതേതര മനസ്സിന് മുകളിലാണ് രാമക്ഷേത്രത്തിൻ്റെ വാതിൽ തുറക്കുന്നത് എന്നും ആ പാർട്ടിയിൽ മാത്രമല്ല അതിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നതിനെ വിമർശിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു. അല്ലെങ്കിൽ കോൺഗ്രസ് ഈ ചടങ്ങിൽ ക്ഷണം ലഭിക്കുകയും എന്നാൽ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാത്ത സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ മൗനം വിമർശിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ച ലക്ഷക്കണക്കിന് ദളിതുകളും മതന്യൂനപക്ഷങ്ങളും സംരക്ഷിക്കും എന്നുറപ്പുള്ള രാഷ്ട്രീയ ബദലുകളിലേക്ക് ചേക്കേറുമെന്നായിരുന്നു ആ മുഖപ്രസംഗം പറഞ്ഞത്. പിന്നീട് ജിഫ്രി തങ്ങൾ അത് സമസ്തയുടെ നിലപാടല്ല, സുപ്രഭാതം പത്രത്തിൻ്റെ മാത്രം നിലപാടാണെന്ന് പറഞ്ഞെങ്കിൽ തന്നെയും നമുക്കറിയാം സമസ്ത തന്നെയാണ് സുപ്രഭാതത്തിലൂടെ സംസാരിച്ചു. ഇപ്പോൾ ഏതായാലും കോൺഗ്രസ് പങ്കെടുക്കേണ്ടതില്ല എന്ന് പറയുന്നു. നേരത്തെ ഇവിടെ എൻ പി ചെക്കുട്ടി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ രാമക്ഷേത്രവുമായി സഹകരിക്കേണ്ടതില്ല എന്ന തീരുമാനം കോൺഗ്രസിനില്ല. അതിൻ്റെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ 3 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പ്രതിഷ്ഠ നടത്തുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ സംഭവിക്കാത്ത കാര്യമാണ്. ക്ഷേത്ര വിധിക്കനുസരിച്ച് ഉള്ളതല്ല എന്നുള്ള നിലപാടാണ് 4 ശങ്കരാചാര്യർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ മാത്രമല്ല, സന്യാസിമാരാണ് സാധാരണഗതിയിൽ പ്രതിഷ്ഠ നടത്തുക. ഇത് നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയക്കാരനാണ് പ്രതിഷ്ഠ നടത്തുന്നത്. അപൂർണ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ വിധി നടത്തുക എന്ന് പറയുമ്പോൾ അതിൽ നേരത്തെ ചേക്കുട്ടി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അതിലൊരു അസ്വീകാര്യത ഹിന്ദു ശാസ്ത്രവിധി നടത്തുന്നവർക്ക് തന്നെ യഥാർത്ഥത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. പക്ഷേ ഇവിടെ രാഷ്ട്രീയമായി കോൺഗ്രസ് ശരിയായ തീരുമാനത്തിലേക്ക് എത്തി എന്നാണോ കരുതേണ്ടത് ഷാഫി ചാലിയം? അല്ല, കോൺഗ്രസ് പറഞ്ഞിരിക്കുന്ന പ്രധാന കാരണം എം വി നികേഷ് കുമാർ തന്നെ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത് ന്യായമായ കാരണങ്ങളാണ്. കാരണം അയോധ്യ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായിട്ടില്ല. ഇനി എത്രയോ പ്രവൃത്തികൾ അവിടെ ബാക്കിയാ. പക്ഷെ ഇത്ര ധൃതി പിടിച്ച് ഈ ജനുവരി മാസത്തിൽ തന്നെ ചെയ്യുന്നത് എന്തിനാ? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ക്ഷേത്രം യാഥാർത്ഥ്യമാണ്. അതൊരു രാഷ്ട്രീയ അജണ്ടയാണ്. കോൺഗ്രസ് അത് തിരിച്ചറിഞ്ഞു. രണ്ടാമത്തേത്, ഇതിലെ ക്ഷണം തന്നെ നിങ്ങൾ നോക്കൂ. വളരെ പ്രധാനപ്പെട്ട പല ഉന്നതർക്കും ഈ രാജ്യത്ത് ക്ഷണമില്ല. എന്താ കാരണം എന്നറിയില്ല. രാഷ്ട്രപതിക്ക് ക്ഷണമില്ല. മുൻ രാഷ്ട്രപതി അവർക്ക് ക്ഷണമില്ലാതാണ് കേൾക്കുന്നത്. എന്നാൽ ചില മുൻ രാഷ്ട്രപതിമാർക്ക് ക്ഷണം ഉള്ളതായും കേൾക്കും. അപ്പൊ അതൊക്കെ നോക്കുന്നത് എന്താണ് അതിൽ? പിന്നെ അതിന്റെ ഉദ്ഘാടനം പ്രൈം മിനിസ്റ്റർ നിർവഹിക്കുന്നു എന്നതിലെ ഒരു രാഷ്ട്രീയം. അപ്പൊ അതൊക്കെ മുന്നിൽ കണ്ടായിരിക്കും കോൺഗ്രസിന്റെ തീരുമാനം വന്നിരിക്കുക. പിന്നെ സുപ്രഭാതം പത്രത്തിൽ വന്ന എഡിറ്റോറിയൽ സമസ്തയുടെ നിലപാടല്ല എന്ന് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ശ്രീ ഷാഫി ചാലിയം, പക്ഷേ ലീഗിനെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു തീരുമാനം കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് വന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിനും ആശങ്കയുണ്ടായിരുന്നു. മറിച്ചുള്ള തീരുമാനമുണ്ടായാൽ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാഹചര്യം എന്താകുമെന്ന്. ഞങ്ങൾ ആ വിഷയത്തെ വളരെ കൃത്യമായി ഞങ്ങളെ നേതാക്കൾ ബ്രീഫ് ചെയ്തു. അത് വിശ്വാസപരമായ ഒരു ഭാഗമാണ്. അതിൽ പോകേണ്ടവർക്ക് പോകാം. പോയി എന്ന് കരുതിയിട്ട് ഞങ്ങൾക്ക് പരിഭവമില്ല. ഇനി പോവാതിരുന്നാൽ അതിൽ വലിയ സന്തോഷമില്ല. അതൊക്കെ ക്ഷണം കിട്ടിയവർ തീരുമാനിക്കേണ്ട കേസുകളാണ്. ഞങ്ങൾ അങ്ങനെ അതിന് കാണുന്നുണ്ട്. അല്ല, ഇപ്പോൾ ഷാഫി ചാലിയം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ രാമക്ഷേത്രത്തിൽ പോകണം എന്നുള്ളവർക്ക് പോകാം. കോൺഗ്രസും ആ നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പ്രതിഷ്ഠാ ദിനത്തിൽ പോയില്ലെങ്കിൽ തന്നെയും കമൽനാഥ് അടക്കമുള്ള രാമനിൽ വിശ്വസിക്കുന്ന, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽപ്പെട്ട കോൺഗ്രസ്സുകാരായിട്ടുള്ള ഹിന്ദു വിശ്വാസത്തിലുള്ള നിരവധി പേർക്ക് ആ ക്ഷേത്ര ദർശനം നടത്തേണ്ടി വരും. അത് സ്വാഭാവികമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് രാമക്ഷേത്രം എങ്ങനെ ഉണ്ടായി എന്നുള്ളതൊരു രാഷ്ട്രീയ വിഷയമല്ലേ? ആ രാഷ്ട്രീയ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ലീഗ് അഭിപ്രായം പറയാത്തത്? നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, അയോധ്യ വിധിക്ക് ശേഷവും മുമ്പും ഇത് 2 സിവിലൈസേഷനാണ്. വിധിക്ക് മുമ്പ് ഉള്ള ഒരു കാലഘട്ടമല്ല വിധിക്ക് ശേഷം. ആ വിധി തന്നെ എന്താണ്? CRPC IPC ഒക്കെ നോക്കിയിട്ടാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 142 എന്ന വകുപ്പ് സമ്പൂർണമായ നീതി കൊടുക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം കൊടുക്കുന്ന ഒരു വകുപ്പ്. ആ വകുപ്പ് ഉപയോഗിച്ചിട്ട് എന്താ ചെയ്തത്? നമുക്കറിയാം, 3 കക്ഷികളാണ് അവിടെ ഹർജിയുമായി വന്നത്. ഒന്ന് അഘാടി, ഒന്ന് രാംലല്ല, ഒന്ന് സുന്നി വഖഫ് ബോർഡ്. ഈ അഘാടിയും രാംലല്ലയുടെ ആവശ്യം എന്താണ്? ക്ഷേത്രം ഉണ്ടാക്കാൻ ഭൂമി അവർക്ക് വിട്ടുകൊടുക്കണം. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. സുപ്രീം കോടതി വിട്ടുകൊടുത്തോ? വിട്ടുകൊടുത്തില്ല.
അവിടെ നടന്ന എല്ലാ വിഗ്രഹം കൊണ്ടുവച്ചത് സ്വയംഭൂവായിട്ടാണെന്നാണ് ഇവരുടെ വാദം. അല്ല, അനർത്ഥമായി കൊണ്ടുവച്ചതാണ്. തെറ്റാണത്. പള്ളി പൊളിച്ചത് തെറ്റ്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എണ്ണി പറഞ്ഞതിന് ശേഷമാണ് ഈ ഇന്ത്യൻ ഭരണഘടനയിലെ 142 എന്ന ഈ വകുപ്പിലേക്ക് പോയിട്ട് പറയുന്നു, ഇവിടെ എന്തെങ്കിലും നിലക്കൊരു സെറ്റിൽമെന്റ് ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് ആരോടാണ്? ഈ രാംലല്ലക്കോ അല്ലെങ്കിൽ അഖാഡിക്കോ ഭൂമി കൊടുത്തില്ല. അവർ ആവശ്യത്തായിരുന്നു. ആ ആവശ്യത്തെ തള്ളിക്കളഞ്ഞു. ഒരു ഇഞ്ച് ഭൂമി അവർക്ക് കൊടുത്തില്ല. മറിച്ച് ഒരു കോടതിക്ക് സർക്കാരിനോട് പറയാൻ കഴിയുള്ളൂ, ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി എല്ലാ ഹിന്ദുക്കൾക്കും സ്വീകാര്യമായ രീതിയിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ഒരു ക്ഷേത്രം പണിയൂ. ഇതാണ് വിധി. മുസ്ലിങ്ങൾ അങ്ങേപ്പുറം പോയി പണിയും. ഈ വിധി വന്നതിന് ശേഷം ഈ സുപ്രീം കോടതി വിധി എന്ന് പറഞ്ഞ ഒരു നിയമമാണ്. അത് ഓരോ പൗരനും ബാധകമാണ്. രാജ്യത്തിലെ എല്ലാ മുസ്ലിങ്ങൾ അടക്കമുള്ളവർ സുപ്രീം കോടതി ഒരു തീർപ്പ് കൽപ്പിച്ചാൽ അവിടെ നിൽക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം നടന്നു വരുന്ന പ്രവർത്തനം അനധികൃതമല്ല. അത് മനസ്സിലാക്കണം. സുപ്രീം കോടതി കൊടുത്ത അനുമതിക്ക് പുറത്ത് പണിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. മുമ്പത്തെ പോലെയല്ല. മുമ്പ് കോൺഗ്രസിന്റെ SP ചവാൻ ആഭ്യന്തരമന്ത്രിയാവുമ്പം ഈ അനധികൃതമായി കൊണ്ടുവച്ച വിഗ്രഹത്തെ ഈ പള്ളിക്കകത്ത് കയറി കണ്ട് തൊഴുതു. ഓർമ്മയില്ലേ? നികേഷ് അന്ന് ഡൽഹിയില എന്തെല്ലാം പുകയിലുണ്ടായി. അതിന്റെ പുറത്താണ് 1990 മുസ്ലിം ലീഗിന് കോൺഗ്രസുമായി മുന്നണി വരെ വിടേണ്ടി വന്നു. ഇതല്ല, അന്നത് തർക്കമന്ദിര. ഇന്ന് സുപ്രീം കോടതി വിധി പറഞ്ഞു, അവിടെ ക്ഷേത്രം ഉണ്ടാക്കാൻ പറഞ്ഞു. ആ ക്ഷേത്ര നിർമ്മാണം നിയമവിധേയമായി നടക്കുക. പിന്നെ BJP എന്ന ഗവൺമെന്റ് ആയതുകൊണ്ട് അവർ കുറെ സംഖ്യകളെ ഈ ട്രസ്റ്റിൽ കുത്തി നിറച്ചു. പണ്ട് സോമനാഥ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ അന്ന് കോൺഗ്രസ്സുകാരുണ്ടായത്. ഇനിയിപ്പോ 2024 ഇന്ത്യ സഖ്യയാണ് അധികാരത്തിൽ എത്തുന്നതെങ്കിൽ ഈ ട്രസ്റ്റിയിലൊക്കെ ആരായിരിക്കും? അവരായിരിക്കും ഉണ്ടാകുക. വ്യക്തമാണ്. You are watching Reporter Evening Show.